കർത്താവിൻ്റെ അതിമഹത്വ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ആദ്യം വായിക്കാം. എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ട് അവൻ സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഇരുട്ടിൽ നടന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസ്സുള്ള ദേശത്ത് പാർത്തവരുടെ മേൽ പ്രകാശം ശോഭിച്ചു. ഇനി നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രയത്ത് വിട്ട് സെബുലൂൻ്റെയും നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള ഖഫർന്നഹൂമിൽ ചെന്നു പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ ഇടവന്നു. ഏതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച കാര്യത്തിൻ്റെ നിവൃത്തിയാണ് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് സെബുലൂൻ ദേശവും നഫ്താലി ദേശവും ആ ദേശത്തിന് കഷ്ടതയായിരുന്നു. അവർ തിമിരം ബാധിച്ചവരായിരുന്നു. എന്നാൽ ആ ദേശത്തിന് ഹീനത കർത്താവ് യഹോവയായി ദൈവം വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അതിന് മഹത്വം വരുത്തുമെന്ന് അവിടെ പറയുന്നു. പിന്നത്തേതിൽ അവർക്ക് മഹത്വം വരുത്തും. കാരണം സെബുലൂൻ ദേശവും നഫ്താലി ദേശത്തിലും അന്ധത ബാധിച്ചിരുന്നു. അന്ധതമസ്സുള്ള ദേശത്ത് ദേശത്തായിരുന്നു ആ ജനങ്ങൾ പാർത്തിരുന്നത്. എന്നാൽ ആ ദേശത്തിൽ മഹത്വം വരുത്തുമെന്ന് യെശയ്യാ പ്രവാചകൻ പറഞ്ഞപ്പോൾ ഏതാണ്ട് 800 വർഷത്തിന് ശേഷം നമ്മുടെ കർത്താവായ യേശു ആ ദേശത്തെ സന്ദർശിച്ചപ്പോൾ അന്ധതയിലിരുന്ന ദേശത്തിന് അവരുടെ തിമിരം മാറി, അവരുടെ കഷ്ടത മാറി. ആ ദേശത്തിൽ പ്രകാശം ഉദിച്ചു, അവിടെ വെളിച്ചം വന്നുവെന്നാണ് നമ്മളെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചത്. അപ്പോൾ ഈ ദേശത്ത് അന്ധകാരത്തിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. സെബുലൂൻ ദേശവും നഫ്താലി ദേശം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളുടെ ഗോത്രങ്ങളിൽപ്പെട്ട ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങൾ, യാക്കോബിൻ്റെ 12 മക്കൾ 12 ഗോത്രങ്ങളിൽ 2 ഗോത്രങ്ങളായിരുന്നു സെബുലൂനും നഫ്താലിയും. അവർ ആ ദേശങ്ങളിൽ പാർത്തിരുന്നു. നമ്മൾ ദൈവജനം പഠിക്കുമ്പോൾ നമുക്ക് ഇസ്രായേൽ മക്കൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായിരുന്നു. അപ്പോൾ സെബുലൂനും നഫ്താലിയും യഹോവയെ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അതുതന്നെയല്ല, യഹോവ യോശുവയിൽ കൂടെ കൽപ്പിച്ച് കൊടുത്ത ദേശത്താണ് ഇവർ വസിച്ചത്. അവർക്ക് വീതം വെച്ച് കൊടുത്ത് യഹോവയെ ദൈവത്തിൻ്റെ കൽപ്പനയാൽ യോശുവ വീതം വെച്ച് കൊടുത്ത ദേശത്തായിരുന്നു സെബുലൂനും നഫ്താലിയും താമസിച്ചിരുന്നത്. എങ്കിലും അവർ അന്ധത പിടിച്ചവരായിരുന്നു. ആ ദേശം അന്ധകാരം നിറഞ്ഞതായിരുന്നു. സ്പിരിച്വലി ആൻഡ് ഫിസിക്കലി അവർ ഇരുട്ടിൻ്റെ അധീനതയിൽ കഴിഞ്ഞവരായിരുന്നു. എന്നാൽ ഇവർ സ്വന്തം ജനമാണെന്ന് പറഞ്ഞാലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞാലും അവരിൽ അന്ധതയിൽ കഴിഞ്ഞ ഒരു ജനസമൂഹമായിരുന്നു സെബുലൂനും നഫ്താലിയും. നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ നോക്കുമ്പോൾ ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, ദൈവത്തെ അറിഞ്ഞവർ പലരും നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ സഭകളിലും ഇന്ന് അവരെ പോലെ അന്ധകാരത്തിലും ഇരുട്ടിലും കഴിയുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട്. എന്നാൽ ആ ദേശത്ത് ഉദയസൂര്യനായ സത്യവെളിച്ചമായ കർത്താവ് അവരെ സന്ദർശിച്ചപ്പോൾ അവരിൽ വെളിച്ചമുണ്ടായതുപോലെ ഇന്ന് നമ്മുടെ ഇടയിൽ അന്ധകാരത്തിലും ഇരുളിലും വസിക്കുന്നവർക്ക്, ജീവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകണമെങ്കിൽ ക്രിസ്തു അവരെ സന്ദർശിക്കണം. ഈ ക്രിസ്മസിൻ്റെ ഈ കാലയളവിൽ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഈ അന്ധകാരത്തിൽ അവരുടെ ഇരുട്ട് മാറും, എങ്ങനെ അവരുടെ അന്ധകാരം മാറും? ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ കാലയളവിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന, ഓർക്കുന്ന, ആചരിക്കുന്ന ഈ കാലയളവിൽ
ക്രിസ്തു വാസ്തവമായി അവരുടെ ഉള്ളത്തിൽ ജനിക്കുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് അവരെ സന്ദർശിക്കുമ്പോൾ, തീർച്ചയായും അവരുടെ അവസ്ഥകൾക്ക്, അവരുടെ ഇരുളടഞ്ഞ അവസ്ഥകൾക്ക് മാറ്റം വരുമെന്ന് നമുക്ക് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. ഇന്ന് ക്രിസ്മസ് എല്ലാവരും ആചരിക്കുന്നുണ്ടല്ലോ. ക്രിസ്ത്യാനികൾ മാത്രമല്ല, നാനാ മതവിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്മസ് ആചരിക്കുന്നുണ്ട്. അന്ന് കർത്താവ് ജനിച്ചപ്പോൾ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് പാട്ടുകൾ പാടി. ആ കർത്താവിൻ്റെ ജനന സമയത്ത് നക്ഷത്രം വെളിപ്പെട്ടു. വിദ്വാൻമാർക്ക് വഴികാട്ടിയ നക്ഷത്രം വെളിപ്പെട്ടു. അവിടെ പുൽത്തൊട്ടിയിലാണ് യേശുവിനെ കിടത്തിയിരുന്നത്. അവിടെ പുൽത്തൊട്ടി ഉണ്ടായിരുന്നു, അവിടെ നക്ഷത്രങ്ങളുണ്ടായിരുന്നു, അവിടെ നല്ല ദൂതന്മാരുടെ പാട്ടുകൾ ഉണ്ടായിരുന്നു. ആ പുൽത്തൊട്ടിയിൽ യേശുവിനെ കിടത്തിയിരുന്നു. ഇന്നത്തെ ക്രിസ്മസ് ആചാരങ്ങളിൽ ഇതെല്ലാം ഉണ്ട്. സ്റ്റാറൊക്കെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ മാത്രമല്ല, എല്ലാ കടകളിലും എല്ലായിടും നമുക്ക് സ്റ്റാർ കിടക്കുന്നത് നല്ല മിന്നി തിളങ്ങുന്ന സ്റ്റാറുകൾ കിടക്കുന്നത് നമുക്ക് കാണാം. കാരോൾ സിംഗിങ്, പലതരത്തിലുള്ള പാട്ടുകളാണ്. എന്തെല്ലാം പാട്ടുകളാണ് ഇന്ന് നമ്മൾ കേൾക്കുന്നത് ക്രിസ്മസിനോടുള്ള ബന്ധത്തിൽ. പുൽക്കൂടുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അന്നുണ്ടായിരുന്നതുപോലെ എല്ലാം ഇന്നും ഉണ്ട്. എന്നാലും അന്ന് പുൽത്തൊട്ടിയിൽ ജനിച്ച ക്രിസ്തുവിനെ അവിടെ കിടത്തിയിരുന്നു. എന്നാൽ ഇന്നും ആ ക്രിസ്തു നമ്മുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ നമ്മളിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാരോൾ സിംഗിങ്ങിനും നമ്മുടെ സ്റ്റാറുകൾക്കും എല്ലാം വിലയുള്ളതായിത്തീരുകയുള്ളൂ. ഈ സെബുലൂനും നഫ്താലിയിൽ അവർ ഇരുൾ ബാധിച്ച ഒരവസ്ഥയായിരുന്നു. അവർക്ക് അന്ധകാരത്തിലാണ് അവർ ജീവിച്ചതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവിടെ അന്ധകാരം ഉണ്ടായത്? ഈ സെബുലൂനും നഫ്താലിയെ പറ്റി പറയുമ്പോൾ അവിടെ ജാതികളുടെ ഗലീല എന്ന് പറയുന്നു. ജാതികളുടെ ഗലീല, ആ ഗലീല പട്ടണം മുഴുവനും അന്ധത ബാധിച്ചവരായിരുന്നു. ആ ഗലീല പട്ടണത്തിലുള്ള സ്ഥലങ്ങളാണ് ഗലീലയുടെ ബോർഡേഴ്സാണ്. നോർത്തേൺ ഗലീലയും സദേൺ ഗലീലയും ഉണ്ട്. ആ ഗലീലയുടെ ബോർഡേഴ്സാണ് നഫ്താലിയും സെബുലൂൻ ദേശവും. അതുകൂടാതെ കഫർനഹൂം ഗലീലയിൽ, കഫർനഹൂം, ബെത്സൈദ, നസ്രത്ത്, കാനാവ്, നയീൻ, ഈ പട്ടണങ്ങളെല്ലാം ഗലീലയിലുള്ള പട്ടണങ്ങളായിരുന്നു ഇതെല്ലാം. ഈ ഗലീലയെ പറ്റി പഴയ നിയമത്തിൽ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. അതിങ്ങനെയാണ് പറയുന്നത്. ശലോമോൻ രാജാവ് തൻ്റെ രാജധാനിയും ആലയവും ഒക്കെ പണിയുവാൻ വേണ്ടി സോർ രാജാവായ ഹീരാമിൽ നിന്ന് തടികൾ വാങ്ങിയിരുന്നു, ദേവദാരുക്കൾ വാങ്ങിയിരുന്നു, സ്വർണം വാങ്ങിയിരുന്നു. ഇതെല്ലാം ഈ സോർ രാജാവായ ഹീരാം ശലോമോനെ എത്തിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അതിനൊരു ഗിഫ്റ്റായിട്ട് ശലോമോൻ ഈ ഗലീലയിലുള്ള 20 പട്ടണങ്ങൾ സോർ രാജാവിന് കൊടുത്തു. ഈ സോർ രാജാവ് ഹീരാം തനിക്ക് ഗിഫ്റ്റായിട്ട് ലഭിച്ച ഗലീലയിലെ പട്ടണങ്ങൾ കാണുവാൻ ഇസ്രയേലിൽ വന്നു. അദ്ദേഹം ഈ പട്ടണങ്ങൾ കണ്ടിട്ട് അയാൾക്ക് അത്ര പിടിച്ചില്ല. അദ്ദേഹം ശലോമോനോട് അവിടെ ചോദിക്കുന്നുണ്ട്, അല്ലയോ സഹോദര, നീ എനിക്ക് തന്ന ഈ പട്ടണങ്ങൾ എന്ത് എന്ന് പറഞ്ഞു. അതൊരു ഇൻസൾട്ട് ചെയ്യുന്ന മാതിരിയായിരുന്നു അവന് കൊടുത്ത ഗിഫ്റ്റിനെ കണ്ടപ്പോൾ. അപ്പോൾ അവിടെ ഹീരാം ചോദിക്കുന്നു, സഹോദര, നീ എനിക്ക് പട്ടണങ്ങൾ തന്നത് എന്ത്? ഈ പട്ടണങ്ങളാണോ നീ എനിക്ക് തന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ആ ഹീരാം രാജാവ് ആ പട്ടണങ്ങൾക്ക് കാബൂൾ എന്ന് പേരിട്ടു. കാബൂൾ ദേശമെന്ന് പേരിട്ടു. കാബൂൾ ദേശത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത ദേശം, ഒന്നിനും കൊള്ളാത്തത്. നമ്മൾ പറയുമല്ലോ ഗുഡ് ഫോർ നത്തിങ്, ഒന്നിനും കൊള്ളാത്ത ഒരു ദേശമായിട്ടാണ് ഈ ഹീരാം രാജാവ് തനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഗലീലയിലെ 20 പട്ടണങ്ങളെ കണ്ടത്. നമ്മളെ പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അന്നേരം ഈ പട്ടണത്തിൽ അതായിരുന്നു ഗലീല പട്ടണത്തിൻ്റെ സ്റ്റോറി. എന്നാൽ ഈ ഇസ്രായേൽ മക്കൾ പാപം ചെയ്ത് ദൈവത്തോട് മത്സരിച്ചപ്പോൾ ദൈവം അവരെ നയിക്കുവാൻ വേണ്ടി ബാബിലോണിയൻസിനെയും അസീരിയൻസിനെയൊക്കെ ഏൽപ്പിച്ചു. അപ്പോൾ ഇവിടുന്ന് യഹൂദൻ ഇസ്രായേൽ മക്കളെയൊക്കെ പിടിച്ച് ആ ദേശത്തിലേക്ക് അവർ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്നുള്ളവരെ അവർ കൊണ്ടുവന്ന് ഈ സെബുലൂനും നഫ്താലിയൊക്കെ അതിരുദേശമാകയാലും അങ്ങോട്ട് വരാൻ എളുപ്പമാകയാൽ ഈ ഇങ്ങനെയുള്ള ജാതികളെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച ഭാഗത്തെ ജാതികളുടെ നാടായ ജാതികളുടെ ഗലീല എന്ന്
പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ സ്ഥലമാണെങ്കിലും അതിനെ അന്ന് വിളിച്ചത് ജാതികളുടെ ഗലീല എന്നായിരുന്നു. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരാൽ തള്ളപ്പെട്ട ജാതികളുടെ നാടായ ഒരു ഗലീല, ആ ഗലീലയിൽ നിന്ന് അത് അവരുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിക്കുമ്പോൾ ആ ദേശത്തിനെ മറ്റുള്ളവർ തള്ളപ്പെട്ടതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത്. ഗലീല ജാതികളുടെ ഗലീല എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ താമസിച്ചിരുന്ന ഈ നഫ്താലി ദേശത്തിലുള്ളവർക്കും സെലുബൂൻ ദേശത്തിലുള്ളവരെല്ലാം അന്ധത ബാധിച്ചവർ, അന്ധകാരത്തിൽ കഴിയുന്ന ഒരു ജീവിതമായിരുന്നു അവർ നയിച്ചുകൊണ്ടിരുന്നത്. ഒരു മിക്സഡ് റേസിനെ നമുക്കവിടെ കാണാമായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അവിടെ പറയുന്ന ഗലീലയെ പറ്റി, നസ്രയത്തിനെ പറ്റിയൊക്കെ മോശമായിട്ട്, ഗലീല പട്ടണത്തിലെ നസ്രയത്തിനെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 41-ാം വാക്യത്തിൽ ഇങ്ങനൊരു കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവിൻ്റെ സംസാരമൊക്കെ കേട്ട് പുരുഷന്മാർ വിചാരിച്ചു, അവിടെ എഴുതി, പുരുഷന്മാർ പലരും അവൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഇവൻ സാക്ഷാൽ പ്രവാചകനാണെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വാക്കുകൾ കേട്ടിട്ട് അപ്പോൾ ചില കൂട്ടർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് ആ പുരുഷാരത്തിലുള്ള ആൾക്കാർ ചോദിക്കുന്നു, ക്രിസ്തു ഗലീലയിൽ നിന്നോ വരുന്നത് എന്ന്. കാരണം ഗലീല തള്ളപ്പെട്ട ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ചോദിക്കുന്നു, ഗലീലയിൽ നിന്നോ ക്രിസ്തു വരുന്നത് എന്ന് ചോദിക്കുന്നു. അതുപോലെ തന്നെ യേശുവിനെ ഫിലിപ്പോസ് പരിചയപ്പെടുത്തുന്നുണ്ട്, നഥനയേലിന് പരിചയപ്പെടുത്തുന്നു. അതും യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പോസ് നഥനേലിനോട് വന്ന് പറയുന്നുണ്ട്, ജോസഫിൻ്റെ മകനായ യേശു എന്ന നസ്രായനെ ഞങ്ങൾ കണ്ടുവന്ന്. ജോസഫിൻ്റെ മകനായ യേശു എന്ന നസ്രായനെ ഞങ്ങൾ കണ്ടുവന്ന്. അപ്പോൾ ഫിലിപ്പോസ്, അപ്പോൾ നഥനയേൽ ഇങ്ങനെ ആശ്ചര്യത്തോട് ചോദിക്കുന്നു, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. അപ്പോൾ അന്നത്തെ ജനങ്ങളാൽ ശലോമോൻ്റെ കാലത്ത് മാത്രമല്ല യേശുവിൻ്റെ കാലത്തും തള്ളപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഗലീലയും ഗലീലയിലെ പട്ടണങ്ങളും. എന്നാൽ ആ സ്ഥലത്തിന് സെബുലൂൻ ദേശം, നഫ്താലി ദേശം, നസ്രയത്തെ, ബെത്സയിദ, കഫർനഹൂമെ, ഇതിനെല്ലാം ഒരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്താണ് കാരണം? നമ്മുടെ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു സന്ദർശിച്ച സ്ഥലങ്ങളായിരുന്നു ഇതെല്ലാം. അപ്പോൾ നമ്മൾ ആ ഗലീല തള്ളപ്പെട്ട അവസ്ഥയിലായിരുന്നെങ്കിലും, നസ്രയത്ത് തള്ളപ്പെട്ട അവസ്ഥയിലായിരുന്നെങ്കിലും നമുക്ക് കാണുവാൻ കഴിയും, മറിയയ്ക്ക് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജനനത്തെപ്പറ്റി ദൂതൻ പറയുന്നത് മറിയ നസ്രയത്തിലായിരിക്കുമ്പോഴായിരുന്നു ദൂതൻ വന്ന് യേശുവിനെ പറ്റിയുള്ള ജനനത്തെപ്പറ്റി അവിടെ പറയുന്നത്. അതുപോലെ തന്നെ കർത്താവിൻ്റെ പേരിനോടുകൂടെ നസ്രായൻ എന്ന് ചേർത്ത് വിളിച്ചു. അവിടെ പറയുന്നുണ്ട്, നമുക്ക് അപ്പോസ്തല പ്രവർത്തികൾ 10:38 കാണാൻ കഴിയും. നസ്രയനായ യേശു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ചു, അഭിഷേകം പ്രാപിച്ചു എന്ന്. നസ്രായൻ പേരിനാൽ യേശു അറിയപ്പെട്ടു. അതുതന്നെയല്ല, യേശു വളർത്തപ്പെട്ടതും, യേശു ജനിച്ചത് യഹൂദയിലെ ബേത്ലഹേമിലാണെങ്കിലും യേശു വളർന്നത് ഗലീലയിലെ നസ്രയത്തിലായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ സന്ദർശനം, യേശുവിൻ്റെ ജനനം ആ തള്ളപ്പെട്ട ഗലീല പട്ടണത്തിന് അതിന് പ്രസിദ്ധി കൊണ്ടുവന്നു. യേശുവിൻ്റെ ജനനവും യേശുവിൻ്റെ സന്ദർശനവും ജനങ്ങളാൽ തള്ളപ്പെട്ട, ജനങ്ങളാൽ നിന്ദിക്കപ്പെട്ട ദേശത്തിനും ജനങ്ങൾക്കും അവർക്ക് ഒരു മഹത്വം അവിടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുതന്നെയല്ല, കർത്താവായ യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചതും ഗലീലയിൽ നിന്നായിരുന്നു. നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്ന് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചെന്ന്. ആത്മാവിൻ്റെ ശക്തിയോടെ തൻ്റെ സ്നാനത്തിന് ശേഷം യേശു മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു 40 ദിവസം. അതിനുശേഷം കർത്താവ് ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിയെന്ന് അവിടെ പറയുന്നുണ്ട്. അതുതന്നെയല്ല, കർത്താവിൻ്റെ ആദ്യത്തെ അത്ഭുതമായ വെള്ളത്തെ വീഞ്ഞാക്കി അത്ഭുതം നടന്നത് ഗലീലെ കാനാവിൽ നിന്നായിരുന്നു. അതുതന്നെയല്ല, കർത്താവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ യൂദ ഒഴികെ ബാക്കി എല്ലാ അപ്പോസ്തലന്മാരുടെയും ജനന സ്ഥലം ഗലീലയിലെ
ബെത്സേദ ഇങ്ങനെയുള്ള പട്ടണങ്ങളിലായിരുന്നു. അപ്പോൾ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടതും തള്ളപ്പെട്ടതുമായ ഒരു ദേശമായിരുന്നു ഗലീല. എങ്കിലും സെബുലൂൻ ദേശവും നഫ്താലി ദേശത്തൊക്കെയാണ്, ആ ദേശങ്ങളിലാണ് യേശു വളർന്നത്. അതൊക്കെ അങ്ങനെയുള്ളൊരു ദേശം തള്ളപ്പെട്ടതായിരുന്നെങ്കിലും യേശുവിൻ്റെ സന്ദർശനം അവിടെ വെളിച്ചം പകർത്തിയെന്നാണ് നമ്മൾ കുറിവാക്യമായിട്ട് വായിച്ച വാക്യത്തിൽ കണ്ടത്. നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ വായിച്ചു, യഹോവയായ ദൈവം അവർക്ക് ഹീനത വരുത്തിയെങ്കിലും അവർ ദൈവത്തെ മറന്ന് ജീവിച്ചപ്പോൾ അവരെ ഒന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി അവർക്ക് ഹീനത ദൈവം വരുത്തി, അവിടെ അന്ധകാരം ദൈവം വരുത്തിയെങ്കിലും പിന്നത്തേതിൽ ദൈവം അവരെ ഓണർ ചെയ്യും എന്ന് യെശയ്യാ പ്രവചനത്തിൽ യഹോവയായ ദൈവം പറയുമ്പോൾ കർത്താവിൻ്റെ സന്ദർശനത്തിൽ അവരുടെ ഹീനത മാറി, അവരുടെ അന്ധകാരം മാറി, അവരുടെ പ്രകാശം ഉദിച്ചുവെന്ന് പ്രവാചകൻ പറഞ്ഞ ആ പ്രവചനം പൂർത്തിയായിട്ട് നമുക്കവിടെ കാണുന്നുണ്ട്. നമുക്ക് ആ കുറിവാക്യം ഒന്നുകൂടെ വായിക്കാം. അവിടെ മത്തായിയുടെ സുവിശേഷം 4:14 തൊട്ടുള്ള വാക്യങ്ങളിൽ അവിടെ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി നസ്രയത്ത് വിട്ട് സെബുലോൻ്റെയും നഫ്താലിയുടെ അതിരുകളിൽ കടൽക്കരയുള്ള ഖഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിൻ്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവർത്തിയാകുവാൻ ഇടവന്നു. ജാതികളുടെ ഗലീലയിൽ അവിടെ കർത്താവിൻ്റെ സന്ദർശനം, അവിടെ വെളിച്ചം പകർത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ ഗലീലയിൽ നടന്ന് തള്ളപ്പെട്ടവരാണെങ്കിലും അവിടെ നടന്ന പ്രാധാന്യമാണ്. അവിടെ ഒരു വ്യത്യാസം വന്നു. യഹോവയുടെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സന്ദർശനം ആ ജനത്തിൻ്റെ അല്ലെങ്കിൽ ആ ദേശത്തിൻ്റെ ഇരുട്ടിനെ മാറ്റുവാനിടയായി. കർത്താവിൻ്റെ സന്ദർശനത്തെപ്പറ്റി വീണ്ടും മത്തായിയുടെ സുവിശേഷം 4:23-24 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാൻ കഴിയും. പിന്നെ യേശു ഗലീലയിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവൻ്റെ ശ്രുതി സുറിയയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? ആ ദേശത്തെ സന്ദർശിച്ചു, അവിടെ സുവിശേഷം പറഞ്ഞു, അവിടെ അത്ഭുതങ്ങൾ ചെയ്തു, അവിടെ അടയാളങ്ങൾ ചെയ്തു. കർത്താവ് അവിടുത്തെ ജനങ്ങൾ, ഈ അന്ധകാരത്തിൽ ഇരുന്നവർ സത്യവെളിച്ചമായി യേശുവിൻ്റെ സുവിശേഷം കേട്ടപ്പോൾ അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വന്നു. അപ്പോൾ അവരുടെ തിമിരം മാറി, അവിടെ ദിവ്യപ്രകാശം അവരിൽ ഉദിച്ചു എന്നാണ് നമ്മളിവിടെ വായിച്ചത്. അപ്പോൾ കർത്താവ് തൻ്റെ മിനിസ്ട്രി ഗലീലയിൽ തുടങ്ങി. കർത്താവ് അവിടെ വളർന്നു, കർത്താവ് അവിടെ ജീവിച്ചു. കർത്താവിൻ നസ്രയ എന്ന പേരിനാൽ കർത്താവ് അറിയപ്പെട്ടു. കർത്താവിൻ്റെ മിനിസ്ട്രി ഗലീലയിൽ തുടങ്ങി. അവിടെ ആ ചുറ്റുപാടുള്ള ദേശത്തെല്ലാം കർത്താവ് പ്രവർത്തിച്ചു. അത് മാത്രമല്ല, കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അത് കാണുവാൻ വേണ്ടി കല്ലറയ്ക്കൽ പോയ സ്ത്രീകളോട്, കല്ലറ തുറന്നിരിക്കുന്നത് കണ്ട സ്ത്രീകളോട് ദൂതന്മാർ അവിടെ പറയുന്നുണ്ട്, അവൻ ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് മുൻപായി ഗലീലയിലേക്ക് പോയെന്ന്. അവൻ ഉയർത്തെഴുന്നേറ്റ ശേഷം ആദ്യം പോയത് ഗലീലയിലേക്കാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ കേൾക്കുന്നവരാരെങ്കിലും തള്ളപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ അന്ധകാരം നിറഞ്ഞ ഒരു ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നതെങ്കിൽ, ഒരു ഇരുളടഞ്ഞ ജീവിതമാണ് നിങ്ങളുടെ മുമ്പിലുള്ളതെങ്കിൽ, നിങ്ങൾ മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ടവരാണെങ്കിൽ, തള്ളപ്പെട്ടവരാണെങ്കിൽ, ഒന്നിനും വിലയില്ലാത്തവരാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നിയാലും, നമ്മുടെ കർത്താവായ യേശു ഈ കർത്താവിൻ്റെ ജനനത്തെ ഈ ക്രിസ്മസായിട്ട് കർത്താവിൻ്റെ ജനനത്തെ നമ്മൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവ് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ളവരുടെ ദേശത്തും ഇങ്ങനെയുള്ളവരുടെ ഭവനങ്ങളിലും ഇങ്ങനെയുള്ളവരുടെ ജീവിതത്തിലുമാണ്. ആ തള്ളപ്പെട്ട ഗലീലയിലേക്കാണ് കർത്താവ് ആദ്യം പോയത്. അന്ധകാരം പിടിച്ച സ്ഥലത്തേക്കാണ് കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത്. അവർക്ക് പ്രകാശം ഉദിച്ചതുപോലെ, പ്രിയപ്പെട്ടവരെ, തള്ളപ്പെട്ടവരുടെ അല്ലെങ്കിൽ നിന്ദിക്കപ്പെട്ടവരുടെ അല്ലെങ്കിൽ
ഇനി ഒന്നിനും വകയില്ല എന്ന്, ഇനി ഒരു മുന്നേറ്റം ജീവിതത്തിൽ കാണുകയില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ ക്രിസ്മസിൽ, ഈ നാളത്തെ ഈ കാലയളവിൽ, ഈ വർഷം നമ്മൾ ആചരിക്കുന്ന ക്രിസ്മസിൽ ഈ സകലത്തിൻ്റെയും വെളിച്ചമായ, സത്യ വെളിച്ചമായ, നിത്യ വെളിച്ചമായ, പ്രകാശമായ നമ്മുടെ കർത്താവ് നിങ്ങളുടെ ഉള്ളങ്ങളിൽ വരുവാൻ, നിങ്ങളുടെ ഉള്ളങ്ങളിൽ ഉദിക്കുവാൻ, നിങ്ങളുടെ ഉള്ളങ്ങളിൽ ജനിക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ പ്രകാശം പരത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. നെഫ്താലിയിലും സെബൂലൂനിലും അവിടെ വെളിച്ചം പ്രകാശിച്ചതുപോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും പ്രകാശിക്കുവാൻ കർത്താവെ ആഗ്രഹിക്കുന്നു. അങ്ങനെയുള്ളവരുടെ അടുക്കലേക്ക് കർത്താവ് ചെല്ലും. നമുക്കറിയാം, ഗദരദേശത്ത് ലെഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആരാലും അവനെ അടക്കുവാൻ കഴിഞ്ഞിരുന്നു. അവൻ കല്ലറകളിലും ഗുഹകളിലുമായിരുന്നു ആ മനുഷ്യൻ താമസിച്ചിരുന്നത്. എന്നാൽ ആ ഗദരദേശത്തേക്ക് ഈ മനുഷ്യനെ മാത്രം തേടി കർത്താവ് അവിടെ പോയി ആ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ഭൂതത്തെ കർത്താവ് മാറ്റി. ആ മനുഷ്യന് സുബോധം വന്ന്, ആ മനുഷ്യൻ നിന്ദിക്കപ്പെട്ടവനാണ്, ആരാലും അവനെ പിടിച്ചു കെട്ടുവാൻ പറ്റുകയില്ലായിരുന്നു. ആ മനുഷ്യൻ്റെ സ്ഥലത്തേക്കാണ് കർത്താവ് കടന്നു ചെന്ന് ആ മനുഷ്യന് സുബോധം കൊടുത്ത്, ആ സുബോധം പൂണ്ടവനായി കർത്താവിനെ അനുഗമിക്കുവാൻ നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് നാം അവിടെ കണ്ടത്. വേറൊരു ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ 38 വർഷക്കാലം ബെത്സൈദ എന്ന യെരുശലേമിലെ ബെത്സദ എന്ന കുളക്കരയിൽ രോഗിയായി കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളെ സഹായിക്കുവാൻ, അയാളെ പിടിച്ചുകൊണ്ട് പോകുവാൻ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. കർത്താവ് ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ചെന്നു. കർത്താവ് ജനിക്കുന്നതിന് എത്രയോ വർഷം മുമ്പേ തന്നെ രോഗിയായി കിടന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് ചെന്ന് കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ട് എന്ന് ചോദിച്ച് കർത്താവ് ആ മനുഷ്യനെ സൗഖ്യമാക്കി. നിൻ്റെ കിടക്കയെടുത്ത് എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ തള്ളപ്പെട്ട മനുഷ്യനായിരുന്നു, ആരും സഹായിപ്പാനില്ലാത്ത മനുഷ്യനായിരുന്നു. ആ മനുഷ്യൻ്റെ അടുക്കലേക്ക് കർത്താവ് അവിടെ ചെന്നു. ആ മനുഷ്യനെ കർത്താവ് സന്ദർശിച്ചപ്പോൾ അവൻ ജീവൻ പ്രാപിച്ചവനായി, അവൻ സൗഖ്യം പ്രാപിച്ചവനായി, അവൻ്റെ കിടക്ക എടുത്ത് അവൻ നടന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരെങ്കിലും ഇരുളിൽ ജീവിക്കുന്നവരുണ്ടെങ്കിൽ, അന്ധകാരത്തിൽ ജീവിക്കുന്നവരുണ്ടെങ്കിലും, സത്യവെളിച്ചമായ കർത്താവ് നിങ്ങളെ മാറ്റുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ നിന്നെ അകറ്റുവാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിലെ അന്ധകാരത്തെ അകറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. ആരാണ് ഈ സത്യവെളിച്ചം? ഏതാണ് ഈ സത്യവെളിച്ചം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്. അതാണ് ആ ക്രിസ്തുവിൻ്റെ ജനനം നമ്മൾ ഈ നാളുകളിൽ ആഘോഷിക്കുന്നുവല്ലോ, നാം ഈ നാളുകളിൽ നാം ആചരിക്കുന്നുണ്ടല്ലോ. ആ ക്രിസ്തുവാണ് സുവിശേഷം. ഈ സുവിശേഷത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ആ സത്യവെളിച്ചമായ യേശു നമ്മുടെ ഉള്ളത്തിലേക്ക് കടന്നു വരുന്നത്. അതുതന്നെയാണ് മാലാഖമാർ, ദൂതൻ സ്വർഗത്തിൽ നിന്ന് യേശുവിൻ്റെ ജനനത്തിൽ പറഞ്ഞത്, സർവ്വജനത്തിനും വരുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്ന്. ആ സുവിശേഷമാകുന്ന സത്യവെളിച്ചം, ആ സുവിശേഷമാകുന്ന ക്രിസ്തുവാകുന്ന സത്യവെളിച്ചം നമ്മുടെ ജീവിതത്തെ സന്ദർശിക്കാൻ നാം അനുവദിച്ചാൽ നമ്മുടെ അന്ധകാരം മാറി, അത് ഇരുട്ട് മാറി, നാം സത്യപ്രകാശത്തിലേക്ക് നാം കടന്നു വരും. ഈ ക്രിസ്മസ് ദിനത്തിൽ നാം ഈ അന്ധകാരം പ്രാപിച്ചുകൊണ്ട് എത്ര ക്രിസ്മസ് ആചരിച്ചാലും ഒരു പ്രയോജനവുമില്ല. എന്നാൽ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ഈ ലോകത്തിൽ ഭൂജാതനായ നമ്മുടെ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട് നാം ക്രിസ്മസ് ആഘോഷിക്കുമ്പോഴാണ് അത് അർത്ഥവത്താക്കി തീർന്നത്. നമ്മുടെ കർത്താവിന് മാത്രമേ നമ്മുടെ അവസ്ഥകളെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുള്ളൂ. ലോകത്ത് നമ്മൾ നോക്കുമ്പോൾ ലോകത്തിന് തന്നെ മാറ്റം വരുത്തിയത് നമ്മുടെ കർത്താവിൻ്റെ ജനനമാണ് മാറ്റം വരുത്തിയത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ഹിസ്റ്ററി തന്നെ പറയുന്നത്, അത് ക്രിസ്ത്യൻസ് ആണെങ്കിലും നോൺ ക്രിസ്ത്യൻസ് ആണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ അത് യേശു ക്രിസ്തു എന്നാണ് പറയുന്നത്. കർത്താവിനെ പറ്റി ഒരു അമേരിക്കൻ തിയോളജിൻ, ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ഇങ്ങനെ പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ഇഫ് യു വാണ്ട് ടു ലിവ് ഇന്റലിജൻ്റ്ലി ഇൻ ദ വേൾഡ്, then you need to know something about this man. ഒന്നുകൂടെ പറയാം: if you want to live intelligently in the world, then you need to know something about this man. ഈ ലോകത്തിൽ നിങ്ങൾ നല്ല ജ്ഞാനത്തോടെയൊക്കെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
ഈ മനുഷ്യനെ നിങ്ങൾ അറിയണം, ഈ കർത്താവിനെ നിങ്ങൾ അറിയണം. ഈ സത്യവെളിച്ചമായ ഈ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മനുഷ്യ വേഷം ധരിച്ച് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന നമ്മുടെ ദൈവപുത്രനായ യേശുവിനെ അറിയണമെന്നാണ് പറയുന്നത്. യേശുവിൻ്റെ ജനനത്തെപ്പറ്റി യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട്. യെശയ്യാ പ്രവാചകൻ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് വിളിക്കപ്പെടും. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകനെ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലാണ്. ആധിപത്യം, സകലത്തിൻ്റെ അതോറിറ്റി, സകലത്തിൻ്റെ ആധിപത്യം അവൻ്റെ തോളിലാണ്. അവൻ വീരനാം ദൈവം, അത്ഭുത മന്ത്രിയാണ്, അവൻ നിത്യപിതാവാണ്. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, അവൻ നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണെന്ന് കർത്താവിൻ്റെ ജനനത്തെ പറ്റി യെശയ്യാ പ്രവാചകൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നാം സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നാം സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഈ സമാധാന പ്രഭുവായ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. അപ്പോസ്തലനായ പൗലോസ് നമ്മുടെ കർത്താവിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ പറയുകയാണ്. അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ അറിവ് എത്ര അഗോചരവും അത്രയെന്ന്. അവൻ്റെ ജ്ഞാനം, ധനം, മാനം അതിനെപ്പറ്റിയൊന്നും നമുക്കറിയത്തില്ല. അവൻ്റെ വഴികൾ, അവൻ്റെ ന്യായവിധികൾ അൺസേർച്ചബിളാണ്, വളരെയധികം ഡീപ്പായിട്ടുള്ളതാണ്. അതൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അതിന് മുമ്പേ വല്ലതും കൊടുത്തിട്ട് പ്രതിഫലം കിട്ടുമെന്ന് ചിന്തിക്കുന്നവൻ ആർ? പറയുകയാണ്, അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? എല്ലാം അവനിൽ നിന്നും, എല്ലാം അവനായിട്ടും, എല്ലാം അവങ്കിലേക്കും തന്നെയല്ലേ. എല്ലാവനിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാം അവനായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നതും. അവനാൽ എല്ലാവനിൽ നിന്നും, എല്ലാം അവനാലും, എല്ലാം അവങ്കിലേക്കും ആകുന്നുവല്ലോ എന്ന്. അവനാണ് സകല മഹത്വം കൊടുക്കുക, അവനാണ് സമാധാനം പ്രഭു. അവൻ നമ്മുടെ ഉള്ളത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വെളിച്ചം ലഭിക്കുകയുള്ളൂ. അന്ധകാരത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മുമ്പോട്ടെങ്ങനെ ഒരു പടി എടുത്തു വെക്കണമെന്ന് നമുക്ക് അറിയയില്ല. എന്നാൽ അന്ധകാരത്തെ അഴിക്കുവാൻ ലോകത്തിൽ ഭൂജാതനായ നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ പ്രകാശമായിട്ട് വന്നെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ചുവടുകൾ നമുക്ക് എടുത്തു വെക്കുവാൻ, ശരിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് ചുവട് വെക്കുവാൻ കഴിയുകയുള്ളൂ. ഈ സുവിശേഷമാകുന്ന, ഈ വെളിച്ചമാകുന്ന യേശുവിനെ ഏതെല്ലാം രാജ്യങ്ങൾ ആലിംഗനം ചെയ്തിട്ടുണ്ടോ അവിടെയെല്ലാം വ്യത്യാസങ്ങൾ, അവിടെയെല്ലാം ചേഞ്ചസ് വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ടീച്ചിങ്സ്, അതുപോലെ ചർച്ചസ്, അതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ലോകത്ത് വലിയ വലിയ വ്യത്യാസങ്ങൾ ഉടലെടുത്തത്. അത് ലോകത്തെ തന്നെ മാറ്റിമറിച്ചു. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സോഷ്യൽ സർവീസസ്, സ്കൂളിംഗ്, എഡ്യൂക്കേഷൻ, ലിറ്ററേച്ചർ, കൾച്ചർ, ഫിലോസഫി, അതുപോലെ ഹോസ്പിറ്റൽസ്, ഇതെല്ലാം കർത്താവിൻ്റെ ടീച്ചിങ്സും ഇൻസ്പിറേഷൻ മൂലമാണ് ഇതെല്ലാം ഉണ്ടായത്. നമ്മൾ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി തന്നെ പറയുന്നത് അത് ഫോം ചെയ്തതിൽ ബൈബിളിന് വലിയൊരു സ്ഥാനമുണ്ടെന്നാണ് പറയുന്നത്. അമേരിക്കയിൽ മാർട്ടിൻ ലൂതർ കിങ് സ്ലേവറി അബോളിഷ് ചെയ്തത് കർത്താവിൻ്റെ ടീച്ചിങ്സിനോടുള്ള ഇൻഫ്ലുവൻസ്, ടീച്ചിങ്സിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ കൊണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ മഹാത്മാഗാന്ധി നോൺ വയലൻസ് അത് ആചരിച്ച ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ നോൺ വയലൻസ് ആചരിച്ചത് അത് കർത്താവിൻ്റെ സെർമൺ ഓൺ ദ മൗണ്ട് അതിനെ ആസ്പദമാക്കിയെന്നാണ് പറയുന്നത്. ഇന്ത്യയിലും പല വിധത്തിലുള്ള വ്യത്യാസങ്ങൾ വന്ന് വെസ്റ്റേൺ കൺട്രീസിലെ മിഷണറീസ് ഇവിടെ വന്നത് മൂലമാണ് പല കാര്യങ്ങളും ഇന്ത്യയിലും വ്യത്യാസമുണ്ടായത്. അതായത് സതി നിർത്തലാക്കപ്പെട്ടു, പർദ സിസ്റ്റം മാറി, ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഇന്ത്യയിൽ വന്നു. നല്ല ഹോസ്പിറ്റൽസ്, നല്ല സ്കൂൾസ്, ഇതെല്ലാം ഇന്ത്യയിൽ ഉടലെടുത്തു. ഇതെല്ലാം ആ സത്യ വെളിച്ചമായ യേശുവിൻ്റെ ഉപദേശത്തിൽ കൂടിയാണ്. അപ്പോൾ യേശു എവിടെയെല്ലാം ചെല്ലുന്നു, എവിടെയെല്ലാം കർത്താവ് ജനങ്ങളെ, ദേശങ്ങളെ, വ്യക്തികളെ സന്ദർശിക്കുമോ അവിടെയെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ഈ അന്ധകാരത്തിൽ നിങ്ങളിരിക്കുകയാണെങ്കിൽ, ഈ സത്യപ്രതിനിധിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, ത്യജിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ,
തകർന്ന ഹൃദയത്തോടും മനസ്താപമുള്ള ഹൃദയത്തോടും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്നാൽ തീർച്ചയായിട്ടും ഈ നാളുകളിൽ കർത്താവ് നിങ്ങളെ സന്ദർശിക്കുന്നത് ആയിരിക്കും. അങ്ങനെ അവരുടെ സന്ദർശനത്തിലാണ് നമ്മുടെ ജീവിതത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. യെശയ്യാപ്രവചനം 60-ാം അധ്യായത്തിൻ്റെ 19ഉം 20ഉം വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് 60-ാം അധ്യായത്തിൽ യെശയ്യാ 60-ന്റെ 19ഉം 20ഉം, ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സും ആകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ സൂര്യനും ചന്ദ്രനുമെല്ലാം നമ്മുടെ കർത്താവ് തന്നെ. സൂര്യൻ നിന്നു പോയാലും ചന്ദ്രൻ മാറിപ്പോയാലും ആ കർത്താവിൻ്റെ നിത്യപ്രകാശത്താൽ നമ്മളെ ദൈവം മുന്നോട്ട് വഴി നടത്തും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സർവ്വലോകത്തിന് വരുവാനുള്ള മഹാസന്തോഷം നമ്മൾ ഈ ക്രിസ്മസ് കാലയളവിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ നമ്മുടെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ സമാധാന പ്രഭു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ വേണ്ടി, ഈ അന്ധകാരം മാറുവാൻ വേണ്ടി, കർത്താവ് നമ്മളെ സന്ദർശിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. സെബുലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഒരു സമയത്ത് ദൈവം ഹീനത വരുത്തിയെങ്കിലും പിന്നെ അവരെ മാനിച്ചതായിട്ട് ദൈവവചനത്തിൽ പറഞ്ഞു. കാരണം എന്ത്? നമ്മൾ വെളിച്ചമായ നമ്മുടെ കർത്താവ് അവരെ സന്ദർശിച്ചതുകൊണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ സന്ദർശിക്കുവാൻ നമുക്ക് സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ കേൾക്കിട്ടതുപോലെ നഫ്താലി ദേശത്തിനും സെബുലൂൻ ദേശത്തിനും അന്ധത ബാധിച്ചെങ്കിലും കർത്താവെ, അവിടെ അങ്ങ് സന്ദർശിച്ചപ്പോൾ അവിടെ ദിവ്യപ്രകാശം ഉത്ഭവിച്ചു എന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവെ. അതുപോലെ അന്ധത നിറഞ്ഞ ഈ ലോകത്തിൽ അന്ധകാരത്തിലാണ് കഴിയുന്ന ഒരു ദൈവമേ, അവിടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്ദർശനത്തിന് വിട്ടുകൊടുത്ത് ദൈവമേ, അവിടെ പ്രകാശം ഉദിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ജീവിതങ്ങളെ സമർപ്പിപ്പാൻ ഈ ക്രിസ്മസ് കാലയളവിൽ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനെ ഓർത്ത് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വിഷ് യു ഓൾ എ മെറി ക്രിസ്മസ്.